മനോഹരമായ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടി തുറന്നു തന്നു. ഈ സമയം നമ്മുടെ വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ പലരും ദുഃഖത്തിലും വേദനയിലുമൊക്കെ ആയിരിക്കുമ്പോൾ സമാധാനവും ആശ്വാസവും സന്തോഷവും ഒക്കെ തന്ന് ഈ പകലിൽ നമ്മളായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ജീവിതത്തിൽ ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളില്ലേ? ചിലർ നമ്മളെ കളിയാക്കിയപ്പോൾ, തരം താഴ്ത്തിയപ്പോൾ, നമ്മൾ സ്വയം ഇല്ലാതാകുന്നത് പോലെ അപഹാസ്യനായി നിന്ന നിമിഷങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നത് നമ്മളൊന്ന് ഇന്ന് പകൽ ഓർക്കണം, ചിന്തിക്കണം. എൻ്റെയും ജീവിതത്തിലെ അനുഭവം കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ സങ്കടപ്പെട്ട് കരയുകയോ ചെയ്യുന്നൊരവസ്ഥ. ഒരുപക്ഷെ ആ ഒരു നേരത്ത് എന്ത് പറയണമെന്ന് വ്യക്തമായി അറിയാതെ വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് പതിവാണ്. പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും അങ്ങനെയുള്ള സൗഹൃദങ്ങൾ, കുടുംബങ്ങൾ, ബന്ധങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമുക്കതിന് കഴിഞ്ഞിട്ടില്ല. ഇമോഷണലായി ആണോ അതോ ലോജിക്കലായിട്ടാണോ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തത്? ഇമോഷണലായിട്ട് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ലോജിക്കായി കൈകാര്യം ചെയ്യുന്നതായിരുന്നു ഉചിതമെന്ന് പിന്നത്തേതിൽ ചിന്തിച്ചിട്ടുണ്ട്. ഇനി ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതൊന്നും ചെവി കൊടുക്കാതെ ഒരു ചെറു പുഞ്ചിരിയോടെ കൂടി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നടന്നകന്ന് ഇതൊന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടക്കാതെ, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാതെ വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോകണമെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ സങ്കടപ്പെടാനും വേദനിച്ചു കൊണ്ടിരിക്കാനും കരയാനും മാത്രമേ നമുക്ക് സമയമുള്ളൂ, സാഹചര്യങ്ങളുള്ളൂ. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ അതിനൊക്കെ തന്നെയാണ് നമ്മളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. എന്താണ് നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സന്തോഷത്തിൻ്റെ ഭൂരിഭാഗവും അപഹരിക്കുന്നത് ഇന്നലകളെക്കുറിച്ചുള്ള നഷ്ടബോധവും നാളെക്കുറിച്ചുള്ള ആകുലതയുമാണ്. സംശയം വല്ലതുമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നു വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ സന്തോഷിച്ചിരിക്കാനുള്ള സമയം എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന്. പലപ്പോഴും ആവശ്യമുള്ളതും ഇല്ലാത്തതുമെല്ലാം ചിന്തിച്ചു കൂട്ടി ഇന്നത്തെ മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ല. നമ്മൾ അതിൻ്റെ സാഹചര്യം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ കൂടെയുള്ള പലരുടെയും മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ ഈ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവരുടെ തലയിൽ കൂടെയാണെന്നുള്ള ചിന്തയാണ്. ഞാൻ ഈ സമയം ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചിലരുടെ മുഖമൊക്കെ തെളിഞ്ഞു വരുന്നില്ലേ? നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു കൊച്ചു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മളിൽ പലരും ആ യാത്ര ആസ്വദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടിയാണ് എന്നെ നിങ്ങളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നമ്മൾ ഇതൊന്നും അറിയാതെ, നമ്മളിതൊന്നും ആസ്വദിക്കാതെയാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പുതിയ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ
ഇന്ത്യയുടെ ഭാവി എന്താകുമെന്നോ ലോകത്തിൻ്റെ ഭാവി എന്താകുമെന്നോ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ച് തല പുണ്ണാക്കാതെ, അതൊക്കെ ചിന്തിക്കുന്നവരും അങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ അങ്ങനെ പോകട്ടെ. നമ്മൾ അതിനു വേണ്ടിയിട്ടല്ല നമ്മളെ വിളിച്ചത്. ഇന്നത്തെ ദിവസം എങ്ങനെ ഫലപ്രദമായി സന്തോഷത്തോടുകൂടി ചിലവഴിക്കാമെന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കി മറ്റുള്ളവർക്കും സന്തോഷം പകരുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ആലോചിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്കിടയാകട്ടെ. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ നമുക്കിടയാകട്ടെ. ആ സന്തോഷത്തിൻ്റെ ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ. അനുഗ്രഹം നിങ്ങളുടെ മേൽ ദൈവം ചൊരിയട്ടെ. എല്ലാവിധമായ ആശംസകളും നിങ്ങൾക്ക് ഇന്ന് പകൽ അറിയിക്കുന്നു. ഗാഡ് ബ്ലെസ് യു.